തൻ്റെ സൃഷ്ടിയിൽ എന്നും ധർമ്മം നിലനിൽക്കണം എന്ന ഒറ്റ തീരുമാനത്തിൽ ബ്രഹ്മദേവൻ നിർമ്മിച്ച ശക്തമായ ആയുധമാണ് ഗാണ്ഡീവം. 108 ശക്തമായ കമ്പികൾ ഞാണായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഈ ധനുസിൽ ഒരേ ഒരു കമ്പി മാത്രമാണ് അതിശക്തമായത്. കാരണം ആ കമ്പിയിലാണ് ആ ധനുസിന്റെ സർവ്വശക്തിയും ഉൾക്കൊള്ളുന്ന മൂലമന്ത്രം അടങ്ങിയിരിക്കുന്നത്. ഗാണ്ഡീവം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നത് 1,00,000 ധനുസ് വെച്ച് യുദ്ധം ചെയ്യുന്നതിന് സമമാണ്. ഗാണ്ഡീവത്തിൽ നിന്നും പുറപ്പെടുന്ന സാധാരണ അസ്ത്രത്തിന് പോലും ഒരു സാധാ അസ്ത്രത്തിന്റെ 1000 മടങ്ങ് ശക്തി ഉണ്ടായിരിക്കും. സൃഷ്ടികർത്താവായ ബ്രഹ്മാവാൽ നിർമ്മിക്കപ്പെട്ട് പല ദേവന്മാരുടെയും കൈകളിലൂടെ സഞ്ചരിച്ചു അവസാനം ഗാണ്ഡീവം അർജുനന്റെ കൈകളിൽ എത്തിച്ചേരുന്നു. അന്നു മുതൽ അർജുനൻ ഗാണ്ഡീവധാരി എന്നറിയപ്പെട്ടു. എങ്ങനെ ഗാണ്ഡീവം അർജുനന്റെ കൈകളിൽ എത്തി? ഗാണ്ഡീവത്തെക്കാളും ശക്തമായ വേറെയും ആയുധമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയുവാൻ വീഡിയോ മുഴുവനായും കാണുക. ശ്വേതകി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് യാഗങ്ങൾ നടത്തുന്നതിലാണ്. അനേകം യാഗങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തിന് മനസംതൃപ്തി ലഭിച്ചില്ല. അതിനാൽ തന്നെ 100 വർഷം നീണ്ട ഒരു യാഗം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി പല ഋഷിമാരോടും മുനിമാരോടും അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു. ഒരു നീണ്ട കാലയളവായതിനാൽ ആരും അദ്ദേഹത്തെ സഹായിക്കുവാൻ തയ്യാറായില്ല. അവസാനം അദ്ദേഹം ശിവനെ ധ്യാനിച്ചു കൊടും തപസ് ആരംഭിച്ചു. തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ പറഞ്ഞു, ശ്വേതകി, 12 വർഷകാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നീ ആരംഭിക്കുക. അതിനായി കഠിനമായ ബ്രഹ്മചര്യവ്രതം കൈക്കൊള്ളുക. യാഗത്തിൽ അഗ്നിയിൽ വെറും നെയ് മാത്രം സമർപ്പിക്കുക. ഈ യാഗത്തിന് നിനക്ക് എല്ലാ ഉപദേശങ്ങളും നൽകുവാൻ മഹർഷി ദുർവാസാവും നിനക്കൊപ്പം ഉണ്ടാകും. ഈ യാഗം അവസാനിക്കുന്ന സമയം നിന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. കൂടാതെ നിനക്ക് മോക്ഷവും പ്രാപ്തമാകും. ഇത്രയും പറഞ്ഞ് മഹാദേവൻ അപ്രത്യക്ഷനാകുന്നു. ശ്വേതകി മഹാദേവന്റെ ഉപദേശപ്രകാരം ദുർവാസാവു മഹർഷിയുടെ സഹായത്തോടെ 12 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ യാഗം ചെയ്തു പൂർത്തിയാക്കുന്നു. അതിന്റെ ഫലമായി മുക്തി ലഭിച്ച അദ്ദേഹം സ്വർഗത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഈ യാഗം കൊണ്ട് പ്രശ്നമുണ്ടായത് മുഴുവൻ അഗ്നിദേവനാണ്. 12 വർഷം ഒരു നേരം പോലും ഒഴിവില്ലാതെ നെയ് ഭക്ഷിച്ചതിനാൽ അഗ്നിദേവന് ദഹനദോഷം സംഭവിക്കുന്നു. ഇതിനുള്ള പരിഹാരത്തിന് അഗ്നിദേവൻ ബ്രഹ്മാവിനെ സമീപിക്കുന്നു. ഇതിൽ നിന്ന് കരകയറുവാൻ ഗാണ്ഡവപ്രസ്ഥം എന്നൊരു വനത്തെ അദ്ദേഹം അഗ്നിദേവന് കാണിച്ചു കൊടുക്കുന്നു. ഈ വനത്തെ ഭക്ഷിച്ചാൽ മതി, പ്രശ്നങ്ങൾ ശരിയാകും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി എന്ന് സന്തോഷിച്ച അഗ്നിദേവന്റെ മനസ്സിൽ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ആ കാട്ടിൽ വസിക്കുന്നത് നാഗരാജാവിൽ ഒരാളായ തക്ഷകനും കുടുംബവുമാണ്. മാത്രമല്ല തക്ഷകൻ ഇന്ദ്രദേവന്റെ വലിയ മിത്രവും. അതിനാൽ തന്നെ താൻ എത്ര ശ്രമിച്ചാലും ആ കാടിനെ എരിച്ചു ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ വനത്തിൽ അഗ്നിദേവൻ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടുള്ള ചിലരുടെ രംഗപ്രവേശനം. ഹസ്തിനാപുരത്തിൽ പാണ്ഡവർക്ക് ഭരിക്കാനും വസതി നിർമ്മിക്കുവാനും ഇടം നൽകിയത് ഗാണ്ഡവപ്രസ്ഥത്തിന് ചുറ്റും ആയിരുന്നു. അഗ്നിദേവൻ അവിടേക്ക് വന്ന കൃഷ്ണനോടും അർജുനനോടും തന്നെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അവർ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ എതിരിടുവാൻ പോകുന്നത് ദേവേന്ദ്രനോടും തക്ഷകനോടും ആയതിനാൽ തനിക്ക് വളരെ ശക്തമായ ഒരു ആയുധം വേണം എന്ന് അർജുനൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ അഗ്നിദേവൻ വരുണദേവൻ വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഗാണ്ഡീവ ധനുസും ശക്തമായ ഒരു തേരും അർജുനന് സമ്മാനിക്കുന്നു. അർജുനൻ ഗാണ്ഡീവത്തിൽ ശക്തമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഗാണ്ഡവപ്രസ്ഥത്തെ മൊത്തത്തിൽ അഗ്നിക്ക് ഇരയാക്കി അഗ്നിദേവനെ സഹായിച്ചു. ഗാണ്ഡവപ്രസ്ഥം എന്ന വനം മുഴുവൻ നശിപ്പിച്ച ശേഷം പാണ്ഡവർ അവിടെ പണി തീർത്തതാണ് ഇന്ദ്രപ്രസ്ഥം. അങ്ങനെയാണ് ഗാണ്ഡീവം അർജുനന്റെ കയ്യിൽ എത്തിയത്. ഇത് വളരെ യാദൃച്ഛികമായി നടന്നതാണ്. എങ്കിലും ഗാണ്ഡീവം അർജുനന്റെ കൈകളിൽ എത്തിച്ചേരുക എന്നുള്ളത് വിധിയാണ്. അർജുനന്റെ കയ്യിൽ ഗാണ്ഡീവം വന്നതിന് ശേഷം അർജുനന്റെ ശക്തി വളരെയധികം വർദ്ധിച്ചു. ധൈര്യവും ആത്മവിശ്വാസവും 10 മടങ്ങായി വർദ്ധിച്ചു. ഇതൊക്കെ ഗാണ്ഡീവത്തിന്റെ പ്രത്യേകതയാണ്. അർജുനൻ എത്ര വലിയ വില്ലാളി വീരൻ ആണ് എങ്കിലും ഗാണ്ഡീവത്തെ അത്ര നിസ്സാരമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞതിന് കാരണം വാസുദേവ കൃഷ്ണന്റെ ഒരേ ഒരു സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ടാണ്. അഗ്നി ഭഗവാൻ അർജുനന് നൽകിയത് വെറും തേരല്ല, ശക്തിമത്തായ തങ്കത്തേരാണ്. അത്രയും ശക്തി നിറഞ്ഞ ഒരു തേരിന് മാത്രമേ ഗാണ്ഡീവത്തെ വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗാണ്ഡീവമാണോ ലോകത്തിലെ ഏറ്റവും ശക്തമായ ധനുസ്? അർജുനനാണോ അസ്ത്രവിദ്യയിൽ മികച്ച യോദ്ധാവ്? കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം നാൾ അഗ്നിദേവൻ സമ്മാനിച്ച ത്രിലോകങ്ങൾക്ക് നാഥനായ വാസുദേവ കൃഷ്ണൻ അമർന്നിരുന്ന ഗാണ്ഡീവത്തെ താങ്ങി നിർത്തിയിരുന്ന കേസരി നന്ദനൻ വായുപുത്രൻ ആഞ്ജനേയൻ സംരക്ഷിച്ചിരുന്ന ആ തേരിനെ ഒരേ ഒരു അസ്ത്രത്താൽ ഒരു വീരൻ 2 അടി നിസാരമായി പിന്നിലേക്ക് തള്ളി.